വയനാട്ടിലും ചേലക്കരയിലും വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ മൂന്ന് മുന്നണികളുടെയും നേതാക്കൾ പാലക്കാട് കേന്ദ്രീകരിക്കുകയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുന്ന റോഡ് ഷോ പാലക്കാട് നടക്കും. പുസ്തക വിവാദത്തിൽപ്പെട്ട CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ ഇന്ന് പാലക്കാട് LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനായി പൊതുയോഗത്തിൽ പങ്കെടുക്കും. BJP നേതാവ് ശോഭാ സുരേന്ദ്രനും ഇന്ന് മണ്ഡലത്തിലുണ്ട്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, എല്ലാവരും വയനാട്ടിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട നേതാക്കളിൽ പാലക്കാട്ടേക്ക് എല്ലാ നേതാക്കളും എത്തുന്നു. എന്തൊക്കെയാണ് മുന്നണികളുടെ ഇന്നത്തെ പരിപാടികൾ? ചേലക്കരയും വയനാട്ടിലെയും തെരഞ്ഞെടുപ്പ് തിരക്കുകൾ കഴിഞ്ഞതോടുകൂടി മുഴുവൻ നേതാക്കളും പ്രവർത്തകരും പൂർണ്ണമായി തന്നെ പാലക്കാടിനെ ഫോക്കസ് ചെയ്യുന്നൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. വയനാടും ചേലക്കരയൊക്കെ ചുമതല ഉണ്ടായിരുന്ന LDFന്റെയും UDFന്റെയും BJPയുടെയും നേതാക്കളെ കൂടി ഈ അവസാന ആഴ്ചയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിവിധ പാർട്ടികൾ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പഞ്ചായത്തുകളിലേക്കും ഓരോ വാർഡുകളിലേക്കും വരെ MLAമാരും MPമാരും ചുമതലക്കാരെ വന്നു എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ പ്രത്യേകത. ഒരാഴ്ച കൂടി വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പരമാവധി ആളുകളെ നേരിൽ കാണുക, അതോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസം UDFന്റെ റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു, LDFന്റെയും BJPയുടെ റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗിൽ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങൾ, ചില സ്ഥലങ്ങളിൽ ഓരോ പാർട്ടികൾക്കും ചില പ്രതിരോധങ്ങൾ നേരിടുന്നുണ്ട്. അതിനെയൊക്കെ എങ്ങനെ മറികടക്കാം, അവിടെയൊക്കെ സ്ഥലങ്ങളിൽ വീട് കയറിയുള്ള ക്യാമ്പയിനുകളിൽ പോകുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നത്. UDFന്റെ റിവ്യൂ മീറ്റിംഗിൽ വളരെ പോസിറ്റീവായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുന്ന തരത്തിൽ ഇപ്പോൾ തന്നെ ഒരു മേൽക്കൈ ലഭിച്ചു എന്നുള്ള അവരുടെ വിലയിരുത്തൽ. അതേസമയം തന്നെ BJP ശക്തമായ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ വഖഫ് വിഷയം താഴെത്തട്ടിൽ ചർച്ചയായി, അല്ലെങ്കിൽ വഖഫ് വിഷയം അവർ ചർച്ചയാക്കുന്നതോടുകൂടി ഒരു ആശങ്ക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങളിലും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലുമുണ്ട്. അത് പരമാവധി മുതലെടുക്കാൻ കഴിയുമെന്നൊരു പ്രചരണമാണ് ശരിക്കും ഇപ്പോൾ താഴെത്തട്ടിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ നടത്തുന്നത്. സ്വാഭാവികമായും ഇത് ആണ് അവരുടെ പ്രധാനപ്പെട്ട പ്രചരണായുധം. അതുകൊണ്ട് തന്നെ കോൺഗ്രസും LDFും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വിശദീകരണം താഴെത്തട്ടിലെ ജനങ്ങൾ ഇതിൽ ആശങ്ക ഉന്നയിക്കുന്ന സ്ഥലങ്ങളിൽ വീടുകളിലൊക്കെ തന്നെയും പ്രധാനപ്പെട്ട നേതാക്കൾ പോയി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക എന്നുകൂടി തീരുമാനിച്ചിട്ടുണ്ട്. LDFനെ സംബന്ധിച്ചോളം ആദ്യഘട്ടത്തിലെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഉയർന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ചെറിയ പെട്ടി വിവാദം, അവസാനം EP വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി ചെറിയൊരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അത് മറികടക്കാൻ വേണ്ടി ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ EP ജയരാജന് തന്നെ പൊതുസമ്മേളനം ഇവിടെ വെക്കുകയാണ്. സ്വാഭാവികമായിട്ടും സരിൻ EP തള്ളി എന്നുള്ള വാദങ്ങളെ പൂർണ്ണമായി തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് സരിന് വേണ്ടി EP ജയരാജന് വോട്ട് ചോദിക്കുന്നതിലൂടെ ആ ഒരു പ്രശ്നം മറികടക്കാൻ LDF ശ്രമിക്കുന്നു. മാത്രമല്ല 16-നും 17-നും ഏറ്റവും അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി കൂടി ഇറങ്ങുന്നതോടുകൂടി ശക്തമായ ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 3 പേരും LDFും UDFും BJPയും അതിശക്തമായ പ്രചരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പാലക്കാടിന്റെ പ്രത്യേകത. എന്തായാലും താഴെത്തട്ടിൽ വികസന പ്രവർത്തനങ്ങൾ കൂടി ചർച്ചയായി എന്നുള്ളതാണ് ഏറ്റവും അവസാന ആഴ്ച നമുക്ക് പറയാൻ പറ്റുന്നത്. ആദ്യഘട്ടത്തിൽ വിവാദങ്ങൾ മാത്രമായിരുന്നു. കാരണം കോൺഗ്രസിൽ നിന്നുള്ള ആൾക്കാരുടെ കൊഴിഞ്ഞുപോക്ക് ഒരു വശത്ത്, പിന്നെ അങ്ങോട്ട് NN കൃഷ്ണദാസിന്റെ പട്ടി പരാമർശം ഒരു വശത്ത്, പിന്നെ ഈ പട്ടി വിവാദം, അതിൽ UDFും LDFന്റെയും ഭാഗത്ത് ഉള്ള LDFിനകത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ കാര്യങ്ങൾ, BJP സംബന്ധിച്ചുണ്ടെങ്കിൽ ശോഭ സുരേന്ദ്രൻ തുടങ്ങി സന്ദീപ് വാര്യയിൽ നിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിലെ ഒരു കുത്തൊഴുക്ക് സ്വാഭാവികമായിട്ടുണ്ട്. ഈ വിവാദങ്ങൾ മാറ്റി ഏറെക്കുറെ ചർച്ചകൾ പൂർത്തിയായ സ്ഥിതിക്ക് അവിടുന്ന് കൊണ്ട് വികസന ചർച്ചകളിലേക്ക് കടക്കാനുള്ള ഇതിലേക്കാണ് മുന്നണികൾ ഉള്ളത്. വികസനത്തിൽ നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, പാലക്കാട് നഗരസഭയുടെ വികസന മുരടിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, MLA ചെയ്തതും ചെയ്യാത്തതും സംബന്ധിച്ചുള്ള സംവാദങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകേണ്ടതായാലും സജീവ ചർച്ചയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരാഴ്ചയോട് ഉള്ള സാഹചര്യത്തിൽ ഏത് രീതിയിലും രാഷ്ട്രീയ സാഹചര്യം മാറാമെന്ന് 3 മുന്നണികളും ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ ഒരു മേൽക്കോയ്മ ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം വെച്ചിട്ട് ആർക്കും ഇരിക്കാൻ കഴിയില്ല. കൂടുതൽ പ്രചരണങ്ങളിലേക്ക്, അതോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും പുതിയ വിവാദങ്ങൾ പൊട്ടി വീഴുമോ എന്നൊരു ആശങ്ക കൂടി എല്ലാ മുന്നണികൾക്കും ഉണ്ട്. ഏതായാലും സജീവ ചർച്ചയിലേക്ക് പോകുന്നു. ഇത് പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുന്ന റോഡ് ഷോ UDFന് ക്യാമ്പിന് ആവേശം പകരും. BJPക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. EP ജയരാജൻ LDFിന് വേണ്ടി സംസാരിക്കുന്നതായാലും സജീവമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിവസമായിരിക്കും ഇന്ന് പാലക്കാടുള്ളത്.